മിസ്റ്റർ പ്രകാശിനെ ഒന്ന് കാണാൻ പറ്റുമോ? പ്രകാശ് ഇന്ന് ലീവാണ്. ഓ, ഞാൻ നാളെ വരാം. ഞാൻ നാളെ വിളിക്കട്ടാ. ദേ ഒന്ന് നിന്നേ. പ്രകാശിനെ അന്വേഷിച്ചു. ആരാന്നാ പറഞ്ഞേ? ഞാൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പ്രകാശിന്റെ ഫ്രണ്ടാ. മുമ്പ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. പ്രകാശിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞാൻ നാളെ കണ്ടോളാം. വേറൊന്നും കൊണ്ടല്ല, പ്രകാശിന്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഞാൻ, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. ഒന്നുമില്ലെന്നേ. അങ്ങനെ അങ്ങോട്ട് പോയല്ലോ പെങ്ങളെ. അത്യാവശ്യമാണെങ്കിൽ പ്രകാശിന്റെ അഡ്രസ് ഞാൻ തരാം. നമ്പർ 251 ഗാന്ധി നഗർ, 3rd സ്ട്രീറ്റ്. താങ്ക് യു. ആയിക്കോട്ടെ. ഇങ്ങനെ ഒരു കേസ് കിട്ടേണ്ട കാര്യം അവൻ പ്രകാശ് ആ ടവലൊന്ന് എടുത്തരൂ. താ. ഹായ് പ്രകാശ്. എന്റെ അമ്മേ. പ്രകാശ്, ആരാ അവിടെ? പ്രകാശ്, പ്രകാശ്, come here. എന്താണ് അമ്മാവ? Who is there? അമ്മാവ, എന്റെ ഫ്രണ്ടാണ് അമ്മാവ. I won't allow anybody here. നിനക്കറിയാൻ പാടില്ലേ? പോകാൻ പറ അവനെ. അമ്മാവ, എന്റെ ഒരു സുഹൃത്തു കൂടിയാണ് അമ്മാവൻ. അറിയാതെ വിട്ടുപോയതാ. അറിഞ്ഞോ അറിയാതെയോ ഒരാളും ഈ വീട്ടിൽ വന്നുകൂടാന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട്? I will shoot him. Where is my gun? എന്റെ തോക്കവിടെ. അമ്മാവ തോക്കെടുക്കരുത് അമ്മാവ. അമ്മാവ, അവൻ അറിയാതെ വന്ന് പെട്ടുപോയതാ. മേലാൽ ആവർത്തിക്കില്ല അമ്മാവ. നിന്നോട് ഫസ്റ്റ് വാർണിംഗ് അല്ല, പരമാവശ്യം പറഞ്ഞിട്ടുണ്ട്. അമ്മാവ, സാധനങ്ങൾ ഉടക്കരുത്. അമ്മാവ പ്ലീസ്, ഈ ഒരു പ്രാവശ്യം കൂടെ ക്ഷമിക്കും അമ്മാവ. ഈ പ്രാവശ്യം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മേലാൽ ഇങ്ങോട്ട് വരരുതെന്ന് പറയണം. ഓ ശരി അമ്മാവ. എന്താ പ്രകാശ്? ആരാ? നോക്കി നിൽക്കാതെ പെട്ടെന്ന് കയറ്. അടയ്ക്ക്. ദൈവഭാഗ്യം, വെറും ദൈവഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കൃഷ്ണൻ രക്ഷപ്പെട്ടത്. ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആരായിരുന്നത്? ആഹാ, അപ്പൊ കഥകളൊന്നും അറിയില്ലല്ലേ? ഇല്ല. പട്ടാളത്തിൽ പോയി വട്ടളകിയ എന്റെ അമ്മാവൻ കേട്ടില്ലേ അവിടുത്തെ ബഹളങ്ങള്? 2 ലോഹമായുധങ്ങൾ കണ്ട് ചീറിപ്പാഞ്ഞ് വരുന്ന വെടിയുണ്ടകൾക്ക് നേരെ നെഞ്ചു വിരിച്ചു കാട്ടി. തോക്കുകൾ കൊണ്ട് മാത്രം കഥ പറയുന്ന അമ്മാവന്റെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ പോലും വിറയ്ക്കും. തലനാരിയുടെ വ്യത്യാസത്തിന് കൃഷ്ണൻ രക്ഷപ്പെട്ടത്. എന്റെ ലൈഫിന്റെ ട്രാജഡിയാണത്. മനുഷ്യത്വം തൊട്ട് തെറിച്ചിട്ടില്ലാത്തൊരു മൃഗം. എന്നെ കാണാൻ ആരും വരുന്നു പുള്ളിക്ക് ഇഷ്ടമല്ല. 24 മണിക്കൂറും ഫിറ്റ്. പ്രകാശ് എന്തിനാ ഇങ്ങനെ ഒരാളിന്റെ കൂടെ ജീവിക്കുന്നത്? എന്തൊക്കെയായാലും രക്തബന്ധമല്ലേ. അയാളാണെങ്കിൽ വിവാഹമൊന്നും കഴിച്ചിട്ടുമില്ല. കൃഷ്ണൻ ഒരിക്കലും അങ്ങോട്ട് വരരുത്. അയാൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അയ്യോ, ഞാൻ വരില്ല. ഇന്ന് വന്നത് തന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ആ തടിയൻ, മീശയില്ലാത്ത കുള്ളൻ. ആര്, ചാക്കോച്ചനോ? ആ, അയാൾ അഡ്രസ് തന്നുകൊണ്ടാ. എന്റെ പൊന്നെ, ചാക്കോച്ചൻ പറയുന്നൊന്നും ദൈവത്തോട് വിശ്വസിക്കില്ലേ? ഇല്ല. ഞാൻ വന്നത് എന്റെ ഒരു ബുക്ക് ഇന്നലെ കാറിൽ വെച്ച് മറന്നുപോയി. ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച പ്രസന്റാ. ഞാൻ കരുതി അതെനിക്കുള്ളതായിരിക്കും. ആ, അങ്ങനെ കരുതി പോയതുകൊണ്ട് ഇനി ഞാനത് തിരിച്ചു തരില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇപ്പൊ പ്രാന്തില്ല, പക്ഷെ നിങ്ങൾ എനിക്ക് പ്രാന്ത് പിടിപ്പിക്കും. എന്താന്ന്? നിങ്ങൾ എന്തിനാ പെണ്ണിനെ വീട്ടിലോട്ട് പറഞ്ഞേച്ച്? ആരെ? ആ ദൂരദർശനിൽ അന്വേഷിച്ചൊന്നില്ല ഒരു പെണ്ണ്, ആ ഹിന്ദുസ്ഥാനിയുടെ മോള്. ഓഹോ, അപ്പൊ അതാണ് ഹിന്ദുസ്ഥാനിയുടെ മോളല്ലേ? അത് ശരി. വീട്ടിലേക്ക് അയച്ചോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവണ്ട. ഇതോ? ആ, ഇതെന്താന്നാ ഞാൻ ചോദിച്ചത്.
സത്യം പറ പ്രകാശേ, എന്താ ഇതിന്റെ ഒരു ലൈൻ? ഓ അങ്ങനെയൊന്നും ഇല്ലെന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഒന്നുലീ വേണ്ടാന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഒന്നുലീ വേണ്ടൂ. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? എങ്ങനെ എങ്ങനെ? അത്രയ്ക്കൊന്നും ഇല്ല. അത് പിന്നെ കള്ളച്ചെക്ക, എനിക്ക് നിന്നെ അറിയില്ലേ ചൂട്ടാങ്കി. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, സുമിത്ര എറണാകുളത്ത് പോവാന്ന് പറഞ്ഞപ്പോ എന്തൊരു വെപ്രാളായിരുന്നു നിനക്ക്. ജീവിതത്തിന്റെ താളം തെറ്റി, ഉറക്കം വരണില്ല. ഇപ്പൊ നിനക്ക് ശരിക്കും ഉറക്കം വരണ്ട. ദേ ചാക്കോച്ച, നിങ്ങൾ വിചാരിക്കുന്ന പോലെ. വേണ്ട, ന്യായീകരണമൊന്നും പറയണ്ട. ഓലപ്പടക്കത്തിനാ തീ പിടിച്ചിരിക്കണേ. സൂക്ഷിച്ചു കളിച്ചോ. അനുഭവം ഉള്ളതുകൊണ്ട് പറയണതടാ മോനെ. എന്താ അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട. ഞാൻ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറ. എന്താ കാര്യം? അന്ന് ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞതല്ലേ ടെലിഫോൺ ബില്ലിന്റെയും കറണ്ട് ബില്ലിന്റെയും കാര്യം. ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് എത്രയായെന്നറിയോ? ഫോൺ അവരെടുത്തോണ്ട് പോകും. എടുത്തോണ്ട് പോട്ടെ. എല്ലാം കളിയായിട്ട് എടുക്കരുത്. വീട്ടുകാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ വേണം. മനസ്സില്ല വീട്ടുകാര്യങ്ങൾ നോക്കാൻ. നിന്നോട് ആരാ പറഞ്ഞ എറണാകുളത്തേക്ക് പോവാൻ? വീട്ടുകാര്യങ്ങൾ നോക്കി ഇവിടെ ഇരിക്കുന്നില്ലേ? എനിക്കിവിടെ 100 കൂട്ടം ജോലിയുള്ളതാ. കൂട്ടത്തിൽ ചിലപ്പോൾ ഇതൊക്കെ വിട്ടുപോയിന്ന് വരും. ഇങ്ങനെ ബഹളം വെക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ബഹളം വെക്കും. നിന്റെ ഈ സ്വഭാവം അതിന് കാരണം. എപ്പോ നോക്കിയാലും ചില സില്ലി കാര്യങ്ങളും പറഞ്ഞോണ്ട് വരും മനുഷ്യനെ സ്വസ്ഥത കെടുത്താൻ. നിനക്ക് വേറെ ഒരു സബ്ജക്റ്റും ഇല്ല ലൈഫില്. കറണ്ട് ബില്ല്, ടെലിഫോൺ ബില്ല്, ബാങ്ക് അക്കൗണ്ട്, പ്രോഡ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, LIC. മടുത്തു. പിന്നെയുമിണക്കുയിൽ പിണങ്ങിയല്ലോ. മറ്റന്നാ രാവിലെ തന്റെ ജോലി എന്താണെന്നറിയോ? കറണ്ട് ബില്ലടയ്ക്കുക, ടെലിഫോൺ ബില്ലടയ്ക്കുക, പത്രക്കാരന് കാശ് കൊടുക്കുക. പിന്നെന്താ? പിന്നൊന്നുമില്ല. ഇതെല്ലാം ചെയ്തിട്ട് ബാക്കി എന്ത് കാര്യമുള്ളൂ. ഓക്കെ? സുമിത്ര കുട്ടി, എന്റെ സൂത്രക്കുട്ടി. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ ഭാര്യയെ, നിന്നോടല്ലാതെ വേറെ ആരോടാ ഞാൻ വല്ലപ്പോഴും ചൂടാവുക? അങ്ങനെ ഇപ്പൊ വേണ്ട. ഒരു ഭർത്താവിന്റെ റോള് ഞാൻ നന്നായിട്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്നൊരു കാര്യം ചെയ്യും, പോയി ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്ക്. ഓടുന്നു. ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. സീരിയസ് ആയിട്ടാ? അതൊന്ന് മുഖത്ത് നോക്കി പറഞ്ഞേ. മുഖത്ത് നോക്കി പറയാൻ. ഇതൊരു മുസ്ലിം സബ്ജക്റ്റാ. ഒരു ചേഞ്ച്. കല്ലായിലെ മരവ്യാപാരിയായ അവറാൻ ഹാജി. ഹാജിയാർക്ക് 3 ഭാര്യമാർ. 3 ഭാര്യമാര്? അതെ, ഈ 3 ഭാര്യമാരിലായി 4 ആൺമക്കൾ. ആദ്യ ഭാര്യയിൽ ഇരട്ടവറ്റ 2 ആൺമക്കൾ ഹസൻ റഷീദ്, രണ്ടാമത്തേതിൽ ഹനീഫ്, മൂന്നാമത്തേതിൽ അസീസ്. അവറാൻ ഹാജിക്ക് വയസ്സായി. തന്റെ ബിസിനസ് കാര്യങ്ങൾ ആദ്യ ഭാര്യയിലെ മൂത്ത മകനായ ഹസനെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഹസൻ കൂപ്പിലേക്ക് പോകാൻ തയ്യാറാവുമ്പോൾ രണ്ടാമത്തെ ഭാര്യ സൂറാബി വരുന്നു. പ്രശ്നമുണ്ടാവുന്നു. എന്ത് പ്രശ്നം? പറയാം. അതാണ് കഥയുടെ മെയിൻ ത്രെഡ്. പണ്ട് ഹാജിയാരും രണ്ടാമത്തെ ഭാര്യയും കൂപ്പിൽ നിന്നും ജീപ്പിലേറി താമരശ്ശേരി ചുരമിറങ്ങി നാട്ടിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ജീപ്പിന്റെ ടയറിൽ ഒരു മുള്ളുകൊണ്ട് സൈഡിൽ ഒരു ദ്വാരം വന്നു. വണ്ടി ഒന്ന് പാളി. ഭാര്യയുടെ അവസരോചിതമായ ഇടപെടൽ മൂലം വലിയൊരാപത്തിൽ നിന്ന് ഹാജിയാർ രക്ഷപ്പെട്ടു. എങ്ങനെ? കൈയിന്റെ ചൂണ്ടുവിരലുകൊണ്ട് ടയറിന്റെ ദ്വാരം പൊത്തിപ്പിടിച്ച് വണ്ടി വീല് കറങ്ങണതിനനുസരിച്ച് തിരിച്ച് ആ സ്ത്രീ ചുരയിറക്കി. ഹാജിയാർ രക്ഷപ്പെട്ടു. അന്ന് ഹാജിയാർ അവർക്ക് ഒരു വരം കൊടുത്തു. വരോ? അതെ, അതായത് വാക്ക്. എന്നാ വാക്ക് എന്താണെന്ന് ഞാൻ പറയട്ടെ. എന്നാ പറയട്ടെ. പറയുന്നു. ഹസനെയും റഷീദിനെയും കാട്ടിലേക്ക് അയക്കാനും അനീഫയെ വീട്ടുപരണ ഏൽപ്പിക്കാനും. എടോ, രാമായണം കട്ട് കള്ളക്കഥ ഉണ്ടാക്കണേക്കാളും വേദം തനിക്ക് തൂങ്ങി ചത്തുറോ കാഞ്ഞിരെ കുറ്റി. പിന്നെ ഞാൻ കുറെ നാൾ
ഇനി എന്ത് കഥ ഉണ്ടെങ്കിലും നിങ്ങളോട് പറഞ്ഞ താനിനി പറയണ്ട, നിങ്ങൾ പറയണ്ട, പോടോ അവിടുന്ന്. മാത്രല്ല അത് കേട്ടാ നിങ്ങൾ ഒരു അതും കേട്ടാന്ന്. ഞാൻ ഒന്ന് കൊടുക്കട്ടെ. കാരണം അത് കേൾക്കുമ്പോഴേ ഒരു ഇംഗ്ലീഷ് നോവലിന്റെ ചെറിയൊരു ടച്ച് തോന്നും. വേറൊന്നല്ല, വെറും 300 റുപ്യക്കും വേണ്ടി തമ്മിൽ ഒറ്റിക്കൊടുത്ത് ഒരു ക്രിസ്ത്യൻ വിപ്ലവകാരനെ കുരിശിലേറ്റ് കൊന്ന കഥ. കർത്താവേ, കളിച്ച് കളിച്ച് ക്രിസ്ത്യാനികളെ തൊട്ട് കളിക്കാൻ എന്റെ ശരീരം തൊട്ടറിയരുത്. ഹിന്ദു ക്രിസ്ത്യാനോ മുസ്ലിമോ ആരായി? ഞാൻ എന്റെ ഭാവന നിർത്തി എന്റെ ഭാവന ബൈബിൾ കട്ടെഴുതി, രാമായണം കട്ടെഴുതി, ഇനി വരെ എന്നാണ് ഖുറാൻ കട്ടെഴുത കള്ളൻ. ആ ഒഴിച്ചേ, ഒഴിക്കേ. എന്റെ അമ്മേ, ഒഴിക്കേ.